സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2026 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം ഏത്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം ഏത് എന്നതാണ് ചോദ്യം. ഏതാണ്? സിയാലാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം. സിയാൽ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത ചോദ്യം: ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സവിശേഷ. പദ്ധതിയുടെ പേരെന്താണ്? സവിശേഷ. പ്രത്യേകം നോട്ട് ചെയ്യുക. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സവിശേഷ. പദ്ധതിയുടെ പേര് സവിശേഷ. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു സ്റ്റേറ്റ് മൈക്രോബ് ആയി സർക്കാർ പ്രഖ്യാപിച്ച ബാക്ടീരിയ ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി സർക്കാർ പ്രഖ്യാപിച്ച ബാക്ടീരിയ ഏത്? ബാസിലസ് സബ്റ്റിലിസ് ആണ്. ബാസിലസ് സബ്റ്റിലിസ് ആണ് കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു. ബാസിലസ് സബ്റ്റിലിസ് എന്നത് ബാക്ടീരിയയാണ് എന്നതും കൂടി നോട്ട് ചെയ്യുക. ബാസിലസ് സബ്റ്റിലിസ് എന്നത് ബാക്ടീരിയയാണ്. ബാസിലസ് സബ്റ്റിലിസിനെ കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ 2026 ജനുവരി 23 അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ഇപ്പോൾ ഏതാണ്? ബാസിലസ് സബ്റ്റിലിസ് ആണ്. ബാസിലസ് സബ്റ്റിലിസ് എന്നത് ഒരു ബാക്ടീരിയയാണ്. ബാസിലസ് സബ്റ്റിലിസിനെ കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ 2026 ജനുവരി 23 പൊതു ബജറ്റിനൊപ്പം ഒരു വയോജന ബജറ്റ് കൂടി അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് പൊതു ബജറ്റിനൊപ്പം ഒരു വയോജന ബജറ്റ് കൂടി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് പൊതു ബജറ്റിനൊപ്പം ഒരു വയോജന ബജറ്റ് കൂടി അവതരിപ്പിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ഒരു ആത്മകഥയാണ്. അത് ആരുടെ ആത്മകഥയാണ്? MM നരവനെയുടെ ആത്മകഥയാണ്. മുൻ കരസേന മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയുടെ പേരാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ഒരു ആത്മകഥയാണ്. ഇത് ആരുടേതാണ്? മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ അല്ലെങ്കിൽ MM നരവനെ. 2026 കാർഷിക വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നോട്ട് ചെയ്യുക. 2026 കാർഷിക വർഷമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. 2026 കാർഷിക വർഷമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരെന്ത്? കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസ് ആണ് ഭാരത് ടാക്സി. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേരെന്താണ്? ഭാരത് ടാക്സി എന്നാണ്. സർവീസിന്റെ പേര് ഭാരത് ടാക്സി. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിലാണ് ആരംഭിച്ചതെന്നും കൂടി നോട്ട് ചെയ്യുക. ഓൺലൈൻ ടാക്സി സർവീസാണ്, പേര് ഭാരത് ടാക്സി. അടുത്തത് 68ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഓഡിയോ ബുക്ക്
നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ലോക നേതാവ് ആര്? ദലൈലാമയാണ്. ദലൈലാമ. 68ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ലോക നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ദലൈലാമ. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഹോളിനസ് ദ ദലൈലാമ എന്ന ഓഡിയോ ബുക്കിനാണ് ഈ പുരസ്കാരം, ഈ അംഗീകാരം ലഭിച്ചത്. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഹോളിനസ് ദ ദലൈലാമ എന്ന ഓഡിയോ ബുക്കിനാണ് പുരസ്കാരം ലഭിച്ചത്. 68ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ലോക നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ദലൈലാമയാണ്. ഓഡിയോ ബുക്കിന്റെ പേരെന്താണ്? മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഹോളിനസ് ദ ദലൈലാമ. അടുത്തത് ഇന്ത്യയുടെ മിസൈൽ വനിത, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏത് ശാസ്ത്രജ്ഞയ്ക്കാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്? കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ടെസി തോമസിനാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസി തോമസ് ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആരാണ്? ടെസി തോമസ്. അപ്പൊ ടെസി തോമസിനാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് എന്നത് നോട്ട് ചെയ്യുക. ടെസി തോമസിനാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് എന്നത് നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജൻ ആര്? ഇന്ത്യൻ വംശജൻ. അപ്പൊ ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസ് 2026 അർഹനായ ഇന്ത്യൻ വംശജൻ ആരാണ്? വീരഭദ്രൻ രാമനാഥനാണ്. വീരഭദ്രൻ രാമനാഥൻ. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജൻ ആരാണ്? വീരഭദ്രൻ രാമനാഥൻ. സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആര്? അടുത്ത ചോദ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് മലയൻ കീഴ് ഗോപാലകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മലയൻ കീഴ് ഗോപാലകൃഷ്ണനാണ്. ഇനി സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന വയലാർ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. വയലാർ സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? ഏഴാച്ചേരി രാമചന്ദ്രൻ. അരുന്ധതി റോയുടെ ഏത് പുസ്തകത്തിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പ്രത്യേകം നോട്ട് ചെയ്യുക. ആരുടേതാണ്? അരുന്ധതി റോയുടെ ഏത് പുസ്തകത്തിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. മദർ മേരി കംസ് ടു മീ എന്നത് ആരുടെ പുസ്തകമാണ്? അരുന്ധതി റോയുടെ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ എന്നത്. ഏത് പുരസ്കാരമാണ്? മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ: പാട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശിലെ പാട്ന പക്ഷി സങ്കേതം, അതുപോലെ ചരിദണ്ഡ് ഗുജറാത്തിലെ ചരിദണ്ഡ് എന്നിവയാണ് റാംസാർ സൈറ്റിൽ 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ. 2 പ്രദേശങ്ങളാണ്. ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ്. ഉത്തർപ്രദേശിൽ നിന്നുമുള്ള പാട്ന പക്ഷി സങ്കേതം, അതുപോലെ ഗുജറാത്തിൽ നിന്നുമുള്ള ചരിദണ്ഡുമാണ് 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ. പ്രത്യേകം നോട്ട് ചെയ്യുക. ഉത്തർപ്രദേശിൽ നിന്നുമുള്ള പാട്ന പക്ഷി സങ്കേതം, ഗുജറാത്തിൽ നിന്നുമുള്ള ചരിദണ്ഡ്. അടുത്ത ചോദ്യം:
പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗോവ. ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ആദ്യത്തെ സംസ്ഥാനം കേരളം. അപ്പോൾ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. രണ്ടാമത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോവയാണ്. പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം, രണ്ടാമത്തെ സംസ്ഥാനം ഗോവ. ജ്യോതിശാസ്ത്രജ്ഞർ പുതുതായി കണ്ടെത്തിയ വാൽ നക്ഷത്രം ഏത്? ജ്യോതിശാസ്ത്രജ്ഞർ പുതുതായിട്ട് കണ്ടെത്തിയ വാൽ നക്ഷത്രമാണ് C-bar 2026 A1. C-bar 2026 A1. ജ്യോതിശാസ്ത്രജ്ഞർ പുതുതായിട്ട് കണ്ടെത്തിയ വാൽ നക്ഷത്രമാണ് C-bar 2026 A1. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക്സ് റിസോഴ്സ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാൽ ഉൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശു ഇനങ്ങൾ ഏതൊക്കെയാണ്? കരൺ ഫ്രൈസ്, വൃന്ദാവനി എന്നിവയാണ്. കരൺ ഫ്രൈസ്, വൃന്ദാവനി. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സ് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാൽ ഉൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശു ഇനങ്ങളാണ് കരൺ ഫ്രൈസ്, വൃന്ദാവനി എന്നിവ. കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യ അതിഥിയാരായിരുന്നു? KLF. എവിടെ വെച്ചാണ് നടന്നത്? കോഴിക്കോട് വെച്ച്. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട് വെച്ചാണ് നടന്നത്. മുഖ്യാതിഥി ആരായിരുന്നു? സുനിത വില്യംസ്. കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥി ആരായിരുന്നു? സുനിത വില്യംസ്. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടാൻ 2026 ജനുവരിയിൽ US നടത്തിയ രഹസ്യ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടാൻ 2026 ജനുവരിയിൽ US നടത്തിയ രഹസ്യ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നത്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ആധാറിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര് ഉദയ്. ആധാറിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേരെന്താണ്? ഉദയ്. 2026 ജനുവരി നടന്ന 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എറണാകുളം. 2026 ജനുവരിയിൽ നടന്ന 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എറണാകുളം. 2026 ജനുവരി 12 വിക്ഷേപിച്ച ISROയുടെ ഏത് ദൗത്യമാണ് പരാജയപ്പെട്ടത്? PSLV C-62. 2026 ജനുവരി 12 വിക്ഷേപിച്ച ISROയുടെ ഏത് ദൗത്യമാണ് പരാജയപ്പെട്ടത്? PSLV C-62 ആണ്. PSLV C-62. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് ലക്കിടിയാണ്. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത്. പാലക്കാട് ലക്കിടി. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെ തിരികെ കൊണ്ടുവരാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? തിരികെ. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെ തിരികെ കൊണ്ടുവരാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് തിരികെ. ക്യാമ്പയിന്റെ പേര് തിരികെ. ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് ജനുവരി 16. ഇന്ത്യയിലെ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജനുവരി 16. ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് ജനുവരി 16. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീട ജേതാക്കൾ. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീട ജേതാക്കൾ കണ്ണൂരാണ്. സ്കൂൾ കലോത്സവ കിരീട ജേതാക്കൾ കണ്ണൂർ. എവിടെ വെച്ചാണ് നടന്നത്? തൃശ്ശൂർ വെച്ചിട്ടാണ് സ്കൂൾ കലോത്സവം നടന്നത്. ഇപ്പൊ 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീട ജേതാക്കൾ ആര്? ഏത് ജില്ലയാണ് എന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. എവിടെ വെച്ചാണ് കലോത്സവം നടന്നത്? എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. 2026 ഏതിൻ്റെയൊക്കെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? 2026. 3 കാര്യങ്ങളാണ്. ആദ്യത്തേത്
സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം. ഇന്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം. സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം. ഇന്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അടുത്തതായിട്ട് മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്റോറലിസ്റ്റ്സ്. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. മൂന്നാമത്തേത് അന്താരാഷ്ട്ര വനിതാ കാർഷക വർഷം. ഇന്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമർ. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. ഇപ്പൊ 2026 ഈ 3 പോയിന്റ്സും പ്രത്യേകം നോട്ട് ചെയ്യുക. പരീക്ഷയിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. ഏതൊക്കെയാണ്? സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം, മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. പിന്നെ വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും, ഇപ്പൊ 2026, 27 നടക്കുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത് 2026 റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു? 2026 റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയം വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നതായിരുന്നു 2026 റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയം. അടുത്ത ചോദ്യം, വന്ദേ മാതരത്തിന്റെ 150 വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് പരേഡിനായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തിയതാരാണ്? MM കീരവാണിയാണ്. MM കീരവാണി. വന്ദേ മാതരത്തിന്റെ 150ാമത് വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് പരേഡിനായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തിയത് MM കീരവാണിയാണ്. MM കീരവാണി. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ് വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. ക്യാമ്പയിന്റെ പേരെന്താണ്? പറന്നുയരാം കരുത്തോടെ. പറന്നുയരാം കരുത്തോടെ എന്നതാണ് ക്യാമ്പയിന്റെ പേര്. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ് വിൽ അംബാസിഡറാണ് മഞ്ജു വാര്യർ. ക്യാമ്പയിന്റെ പേര് പറന്നുയരാം കരുത്തോടെ. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 GC ഡാനിയൽ പുരസ്കാരം നേടിയത് ശാരദയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 GC ഡാനിയൽ പുരസ്കാരം നേടിയത് ശാരദ. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ. കേരള സയൻസ് കോൺഗ്രസ് 2026 വേദി എറണാകുളം. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ഹരിവരാസനം തിരുവിഴ ജയശങ്കറാണ്. തിരുവിഴ ജയശങ്കർ. 2026 പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് താരം പത്മഭൂഷൺ വിജയ് അമൃത്രാജ് ആണ്. വിജയ് അമൃത്രാജ്. 2026 പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് താരം വിജയ് അമൃത്രാജ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 52ാമത് G7 ഉച്ചകോടി എവിടെയാണ്? ഫ്രാൻസിൽ വെച്ചാണ് നടക്കുന്നത്. ഫ്രാൻസ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ്. അടുത്ത ചോദ്യം, ISROയുടെ അന്വേഷ EOS-N1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം PSLV C-62 ആണ്. അന്വേഷ EOS-N1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം PSLV C-62. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. 2026 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അമേരിക്ക, കാനഡ, മെക്സിക്കോ. 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ.
2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി. ഏഷ്യൻ ഗെയിംസ് ജപ്പാനിലാണ്. ജപ്പാൻ. ഏഷ്യൻ ഗെയിംസ് 2026 എവിടെയാണ്? ജപ്പാൻ. തുടർച്ചയായി 9 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. തുടർച്ചയായിട്ട് 9 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. നീതി ആയോഗ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് മിസോറം. നീതി ആയോഗ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മിസോറമാണ്. മിസോറം. മാധവ് ഗാഡ്ഗിൽ മലനിരകളുടെ കാവൽക്കാരൻ എന്ന പുസ്തകം രചിച്ചത്. പുസ്തകത്തിന്റെ പേര് മാധവ് ഗാഡ്ഗിൽ മലനിരകളുടെ കാവൽക്കാരൻ. പുസ്തകം രചിച്ചത് സിത്താര പോൾ ആണ്. സിത്താര പോൾ. മാധവ് ഗാഡ്ഗിൽ മലനിരകളുടെ കാവൽക്കാരൻ എന്ന പുസ്തകം രചിച്ചത് സിത്താര പോൾ. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര. 2ാം സ്ഥാനം ജമ്മു കാശ്മീർ. കേരളം 3ാം സ്ഥാനമാണ്. കേരളം 3ാം സ്ഥാനം. 1ാം സ്ഥാനം മഹാരാഷ്ട്ര, 2ാം സ്ഥാനം ജമ്മു കാശ്മീർ, കേരളത്തിന് 3ാം സ്ഥാനം. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4 പ്രമേയം യുണൈറ്റഡ് ബൈ യൂണിക് എന്നാണ്. യുണൈറ്റഡ് ബൈ യൂണിക് എന്നതാണ് ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. യുണൈറ്റഡ് ബൈ യൂണിക് എന്നതാണ് പ്രമേയം. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. എക്സാം ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്